NSS സർക്കാർ അനുകൂല നിലപാടെടുത്തതിനു പിന്നാലെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. സമവായ ശ്രമങ്ങളുമായി നേതാക്കൾ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ നേരിൽ കാണാനാണ് നീക്കം. BJPയും പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടായ അപ്രതീക്ഷിത നേട്ടമാണ് NSSന്റെ സർക്കാർ അനുകൂല നിലപാടെന്ന വിലയിരുത്തലിലാണ് CPM. ചില വിശ്വാസികളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ ആ സമയത്ത് തന്നെ അനുഗ്രഹം കൊടുത്തു എന്നാണ് ഇപ്പോൾ CPMലെ ചില വിശ്വാസികളായിട്ടുള്ളവർ കരുതുന്നത്. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഒരു നേട്ടമുണ്ടായിരിക്കുന്നു LDFനെ സംബന്ധിച്ച്. പക്ഷെ അതുകൊണ്ട് സർവവും നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് BJPയുമാണ്. BJP നഷ്ടപ്പെടാനുള്ള കാരണം ബദൽ സംഗമത്തിന് പോയി അവിടെയാണെങ്കിൽ ശാന്താനന്ദ മഹർഷി എന്ന് പറയുന്ന ഒരാൾ വന്ന് ആകപ്പാടെ അത് കുളവുമാക്കി. അപ്പോൾ മറുഭാഗത്ത് NSSും SNDPയും പൂർണ്ണമായിട്ടും പിന്തുണ സർക്കാരിന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. TV പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. എന്തായാലും LDFന് അയ്യപ്പ പ്രസാദവും UDFന് അയ്യപ്പ കോപവും BJPക്കും അയ്യപ്പ കോപം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ പിന്നെയായിരുന്നു, ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് പല വിശ്വാസികളും ഒക്കെ പറയുന്നത്. എന്തായാലും അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. വല്ലാത്ത ഒരു ഡാമേജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരിട്ട് തുറന്നങ്ങടിക്കുകയായിരുന്നു സുകുമാരൻ നായർ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ കാര്യത്തിൽ. അത് LDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ചങ്കിടിപ്പാണ് അല്ലേ TV പ്രസാദ്? എങ്ങനെ മറികടക്കും ഈ പ്രതിസന്ധി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമം ഈ വീടിന്റെ ഐശ്വര്യം എന്ന് LDF ഒരു വീടുണ്ടെങ്കിൽ എഴുതി വെക്കും എന്ന കാര്യം ഉറപ്പാണ് അരുൺ. ഇപ്പോൾ തോന്നുന്ന സംശയം, ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തന്നെ NSSന്റെ പിണക്കം മാറ്റി കൂടെ ചേർക്കാനാണോ എന്ന സംശയമാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും അതിൽ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനും BJPക്കുമാണ്. കാലാകാലങ്ങളായി NSSനെ തഴുകിയും തലോടിയും കൊണ്ടുപോയിരുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും മുഖത്താണ് യഥാർത്ഥത്തിൽ അടി കിട്ടിയത് എന്നുള്ളതാണ്. LDF സർക്കാരിനെ പിന്തുണക്കുക മാത്രം ചെയ്താൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ല അരുൺ. മാത്രമല്ല, കോൺഗ്രസിനെയും BJPയെയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട എന്നും അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതിയെന്നും ആഞ്ഞടിച്ചു കളഞ്ഞു സുകുമാരൻ നായർ. തീർന്നില്ല, ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നെന്ന് പറഞ്ഞ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരാണെങ്കിൽ നിഷ്ക്രിയ സ്വഭാവമാണ് ശബരിമലയിൽ കാഴ്ചവെച്ചത് എന്നും പറഞ്ഞതോടുകൂടി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസും BJPയും വെട്ടിലാവുകയായിരുന്നു. ഇനി എങ്ങനെയാണ് NSSനെ ഒന്ന് സോൾവ് ചെയ്യുക എന്ന കാര്യമാണ് രണ്ട് പാർട്ടികളും തലപുകഞ്ഞ് ആലോചിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ നിൽക്കെയാണ് സുകുമാരൻ നായരുടെ ഈ മനംമാറ്റം. സുകുമാരൻ നായർ എന്നാൽ NSS ആണ്, NSS എന്നാൽ സുകുമാരൻ നായരാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ SNDP നേരത്തെ കൂടെയുണ്ട്. NSSും കൂടി വന്നതോടെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി എത്രത്തോളം ഉണ്ടാകും എന്നതിൻ്റെ പേടിയിലാണ് ഈ രണ്ട് പാർട്ടികളും എന്നതാണ് അരുൺ. ജി സുകുമാരൻ നായരെ വിമർശിക്കാൻ കഴിയില്ല. വിമർശിച്ചു കഴിഞ്ഞാൽ സുകുമാരൻ നായർ എന്ത് പറയും എന്ന കാര്യം ആർക്കും ഒരു എത്തും പിടിയുമില്ല. അതുകൊണ്ട് വളരെ നൈസായി ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ അനുനയിപ്പിക്കാൻ പറ്റും എന്ന ഒരു ശ്രമമാണ് ഇരു പാർട്ടികളും നടത്തുന്നത്. മാത്രമല്ല, സുകുമാരൻ നായർക്കെതിരെ ആരും കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും ഇതുവരെ പരസ്യമായി പറഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും CPIMനും LDF സർക്കാരിനും യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ഡാമേജ് അത് സുകുമാരൻ നായർ മാറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, താങ്ക് യു.